പിന്നെ നമുക്കൊരു ചൂര മുളക് കറി വെക്കുന്നതിൻ്റെ റെസിപ്പി കാണാവേ. ചൂരയെന്ന് പറയുമ്പം ഒരുപാട് വലുതല്ല, നമ്മൾ പൊള്ളൽ ചൂരയെന്ന് പറയല്ലേ, ചൂരക്കുട്ടി അതായിരുന്നേ. അത് കറക്റ്റ് ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് കറി വയ്ക്കുന്നത്. അപ്പം നമുക്ക് നോക്കാവേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി ചട്ടി നല്ല ചൂടാകുമ്പോഴത്തേന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഉപയോഗിക്കേണ്ട പകരം ഉലുവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഉപയോഗിക്കാം. ഞാൻ കടുക് മുളക് കറി വെക്കുമ്പോൾ ഉപയോഗിക്കത്തില്ല, ഞാൻ ഉലുവ ഉപയോഗിക്കുന്നത്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ ഒരുപാടങ്ങ് പൊട്ടിത്തെറിച്ച് കരിഞ്ഞു പോകണ്ട, ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേന് തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവേ. പച്ചമുളകും കറിവേപ്പിലയും കൂടെ. ഞാൻ ഇവിടെ ഒരു പച്ചമുളക് ഒരു 6 എണ്ണം എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 4-5 കഷ്ണം നമ്മുടെ വെള്ള കാന്താരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. പൊടികളെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് ഒരു തക്കാളി ഇടുന്നുണ്ട്. തക്കാളി 4ആയിട്ട് കീറി അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു 4-5 കഷ്ണം നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ആ വെള്ളത്താലെ തന്നെ നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. തിളച്ച വെള്ളം നിങ്ങൾ ഒഴിക്കുമ്പോൾ വേണമെങ്കിൽ കുറുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇച്ചിരി വെള്ളം തോനെ വെക്കുന്നുണ്ടേ. ഞാൻ കാര്യം പറയാൻ ഇതൊരു 4-5 ദിവസം വെച്ച് പറ്റിച്ച് എടുക്കും കേട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം തോനെ വെച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അടപ്പ് തുറന്നിട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാവേ. തലയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൂരക്കുട്ടിയുടെ തല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അടപ്പടച്ച് വെച്ച് നല്ലതുപോലെ വേവാൻ വയ്ക്കാവേ. നല്ലതുപോലെ തിളച്ച് വെന്ത് മറിയുമ്പോഴത്തേന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടപ്പ് തുറന്ന് തന്നെ വെച്ചേക്കാം. നല്ലതുപോലെ പറ്റിച്ചിട്ട് അവസാനം നമ്മൾ വാങ്ങി വെക്കുമ്പോഴത്തേന് 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി, അതായത് ഒരു നുള്ള് പഞ്ചസാര, ഞാൻ ഈ എരിവ് കറി വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും ഒക്കെ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഒരുപാടൊന്നും ആവരുത്, ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പതുക്കെ ഒരുപാട് കുത്തി ഉടയ്ക്കാതെ വാങ്ങി വെക്കാവേ. അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.